Hi friends, welcome to Competitive Cracker in Srigala. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഫേസ് 1 കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് മെയിൻസ് പഠനത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ സമയമാണ് അല്ലെ. അപ്പം എന്താണ് മെയിൻസിന്റെ സിലബസ്, പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറി അസിസ്റ്റന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നെങ്കിലും മെയിൻസ് ഒറ്റ പേപ്പറിലായിരുന്നു പരീക്ഷ. ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെയിൻസ് 2 പേപ്പറിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇതിനകത്ത് പേപ്പർ 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പ്രിലിമിനറിയുടെ സിലബസ് ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം സ്ട്രക്ചർ, കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള സ്ട്രക്ചറാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഹിസ്റ്ററി പ്രിലിമിനറി എക്സാമിന് 10 മാർക്ക് ഉണ്ടായിരുന്നത് 7 മാർക്കായി, ജോഗ്രഫി 5 മാർക്ക് ഉണ്ടായിരുന്നത് 7 മാർക്കായി, എക്കണോമിക്സ് 5 നിന്നും 7 ആയി. ഇവിടെ അഡീഷണലി വന്നിരിക്കുന്ന ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രിലിംസിൽ അറിയാം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുറച്ച് സയൻസ് വരുമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി മാറ്റിയിട്ടില്ല. അതിലെ കുറച്ചധികം ഭാഗങ്ങൾ പേപ്പർ 2 ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി പോലുള്ള ഭാഗങ്ങൾ പേപ്പർ 2 ഇൻക്ലൂഡ് ആവുകയും ഇവിടെ നമുക്കറിയാം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് എടുത്ത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കീംസ് അല്ലെങ്കിൽ പദ്ധതികളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു 21 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ വലുതായിട്ട് പ്രിലിമിനറിക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ PSC സ്ഥിരമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. ഇനി അവിടെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്നായിരുന്നു നമ്മുടെ പ്രിലിമിനറി പരീക്ഷയിൽ 10 മാർക്കിന് ഉണ്ടായിരുന്നത്. ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ മാത്രം 8 മാർക്ക്, സ്പോർട്സ് 3 മാർക്ക്. അതായത് ആ ഒരു വിഭാഗം 10 നിന്നും 11 മാർക്കിലേക്ക് വന്നു. സ്പോർട്സിൽ നിന്നും ഷുവർ ആയിട്ട് 3 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഓക്കെ. ഇനി നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി റീസണിങ്, ഇവിടെ നമുക്കറിയാം 20 മാർക്കിൽ നിന്നും 15 മാർക്കിലേക്ക് നമ്മളുടെ മാർക്ക് വെയിറ്റേജ് കുറഞ്ഞു. ഇംഗ്ലീഷിന് 20 മാർക്കിൽ നിന്നും 13 മാർക്കിലേക്ക് കുറയുകയും മലയാളം 10 മാർക്കിൽ നിന്നും 13 മാർക്കിലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ സിവിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രിലിമിനറി ഉണ്ടായിരുന്നു, ഈ പേപ്പറിലില്ല. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയതല്ല, പേപ്പർ 2 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പേപ്പർ 1 100 മാർക്കിനുള്ള നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചധികം ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു 3 സബ്ജക്ട്സ്, മലയാളം, ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സ്, റീസണിങ് എല്ലാം നമ്മൾ നമ്മുടെ പ്രിലിമിനറി എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ്. ഇനി അഥവാ ഇതിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ മെയിൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇതൊരു കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു 15, 13 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 41 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. ഈ 41 മാർക്കിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിലിമിനറിക്ക് പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ചധികം ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. ചോദ്യങ്ങൾ, അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം പെരിഫറൽ സ്റ്റഡി മാത്രം പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട് പ്രിലിമിനറിക്ക്. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് പ്രിലിമിനറി കടക്കാൻ പാകത്തിന് പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെരിഫറൽ സ്റ്റഡിയിൽ നിന്നും മാറി നല്ല ഡെപ്തിലേക്ക് പഠിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ 1 100 മാർക്ക് നമുക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പേപ്പർ 2 നമുക്കൊന്ന് നോക്കാം. അപ്പൊ പേപ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് 100 മാർക്കിനാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാമാണ് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ്, പ്ലാനിങ്, എന്താ പറയാ, ഓർഗനൈസേഷൻ, കൾച്ചർ, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ ആദ്യത്തെ 2 മോഡ്യൂളിൽ നിന്നും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 20 മാർക്കാണ് ഈ 2 മോഡ്യൂളിലും കൂടി ഉള്ളത്. ഈ മോഡ്യൂളിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ശരിയാണ്, നമ്മളിത് മറ്റുള്ള പരീക്ഷകൾക്ക് പഠിച്ചിട്ടേ ഇല്ലാത്തൊരു മോഡ്യൂൾ തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾ ഏത് ഡിസിപ്ലിനിൽ നിന്ന് വരുന്നവരാണെങ്കിലും, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായാലും അല്ലെങ്കിൽ സോഷ്യൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, കാരണം ഒരു ഓർഗനൈസേഷനിലുള്ള കൾച്ചർ, അവിടുത്തെ പ്ലാനിങ്, അവിടുത്തെ മാനേജ്മെന്റ്, എക്സിക്യൂഷൻ, ഇതാണ് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നത്. MBA പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ 2 മോഡ്യൂള്, 20 മാർക്ക്.
ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് കോമൺ ആയിട്ട് PSC എക്സാംസിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് ഒരുപാട് സുലഭമായിട്ട് കണ്ടില്ല. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് PSC പൂൾ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ചെയ്യേണ്ടത്, ഈ ഒരു ടോപ്പിക് ഉണ്ട്, ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും പഠിക്കാൻ പറ്റുന്ന 2 മോഡ്യൂൾസ് ആണ്. ഒരു കാരണവശാലും നിങ്ങളിത് കണ്ടിട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയരുത് കേട്ടോ. കാരണം അത്രയും ഈസി ആയിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ആ ഒരു ജോബ് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഈ 10 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇതിലെ ചോദ്യങ്ങൾ കണ്ടോ, ഇവിടെ സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതെല്ലാം നമ്മൾ ഒരു MBA ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം കണ്ട ഒരു സിലബസ് ആണ്. അപ്പൊ അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ അല്ലാതെയും PGയിലൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പല സെക്ഷൻസിലും ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങൾ കണ്ട് കേട്ടതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ പേപ്പർ 1 ഉണ്ടായിരുന്നു, പേപ്പർ 1 നിന്നും പേപ്പർ 2 മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ സിലബസ് ഓൾമോസ്റ്റ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വന്നതിലും സെയിം ആണ്. അവിടെ നമുക്ക് 12 മാർക്ക് ഉണ്ട്. മൊഡ്യൂൾ 4 ആയിട്ട് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 8 മാർക്ക്. ടോട്ടൽ 20 മാർക്കാണ് നിങ്ങൾക്ക് എവിടെ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അത് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് നല്ല ഡെപ്തിൽ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ മൊഡ്യൂൾ 4 നിങ്ങൾ കുറച്ചും കൂടി എംഫസിസ് കൊടുത്ത് ഇവിടെ പഠിക്കണം. അത് നമ്മൾ പ്രിലിമിനറിയിൽ അത്രയ്ക്കൊരു ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാവില്ലാത്ത ഒരു ഭാഗമാണ്. പിന്നെ വരുന്നത് നമ്മുടെ കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് മൊഡ്യൂൾ 5, കേരളാസ് എക്കോണമി 15 മാർക്ക്, അതുപോലെ തന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് 15 മാർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. KASനൊക്കെ ഈ ഒരു സിലബസിലെ ഭാഗം ഇൻക്ലൂഡഡ് ആയിട്ട്. ഇവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കാരണം ഇതിൽ എന്താ പറയാ, പല റേറ്റുകൾ ചോദിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി തന്നെ പഠിക്കാൻ നോക്കുക. നമ്മൾ ഡിഗ്രി പ്രിലിംസിൽ പറയാറുണ്ട്, എക്കോണമി നമ്മൾ പതുക്കെ ഒന്ന് വിട്ട് കളിച്ചാലും കുഴപ്പമില്ല, 5 മാർക്കേ ഉള്ളൂ എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 15 30 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെടുത്തി തന്നെ പഠിക്കുക. പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് അല്ല, പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഇരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ഓർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയാലോ. ഈ ജോബ് പ്രൊഫൈൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള ജോബ് പ്രൊഫൈൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അല്ലെ. അതോടൊപ്പം തന്നെ നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിൽ ഉണ്ടായിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചില ഭാഗങ്ങളും നമുക്കിവിടെ കൃത്യമായിട്ട് ഇൻക്ലൂഡഡ് ആണ്. മൊഡ്യൂൾ 7, മൊഡ്യൂൾ 8 ടോട്ടൽ 20 മാർക്കാണ്. എൻവയോൺമെന്റ് ഓർ ക്ലൈമറ്റ് ഓർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ആക്ടുകള്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് മൊഡ്യൂൾ 9 ഇ ഗവേണൻസ് ആണ്. അത് PSC പരീക്ഷകൾ അത്യാവശ്യം എഴുതിയവർക്ക് അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷ എഴുതിയവർക്കൊക്കെ ഈ ഒരു ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. പേര് കേട്ട് ഫെമിലിയർ ആയിരിക്കും എങ്കിൽ പോലും ഇരുന്ന് നല്ല ഡെപ്തിൽ ആ ഒരു വെബ്സൈറ്റുകളെ ബേസ് ചെയ്ത് തന്നെ, ഏറ്റവും കറണ്ട് അപ്ഡേഷൻസിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. സോ ഇതാണ് നമ്മളുടെ 9 മോഡ്യൂള്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഗ്രി മെയിൻസിന് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ LSGD പോലുള്ള എക്സാംസിന്റെ പേപ്പർ 2 കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് പിന്നെയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഇതിനെ പഠിക്കുക. അപ്പൊ പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമേ ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, മനസ്സിൽ എപ്പോഴും ഓർക്കുക, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്കിലേക്ക് എത്തി. ഈ ഒരു സിലബസ് മാറിയിട്ടുള്ള അല്ലെങ്കിൽ സിലബസ് പാറ്റേൺ മാറിയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണ്. അപ്പൊ ഈ ആദ്യത്തെ പരീക്ഷ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടൊരു സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ കുറവായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത് തേടി ആ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും മിടുക്കരായ അധ്യാപകരുടെ കൂടെ അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങ് പോകുന്നുള്ള കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. മറക്കണ്ട, പ്രിലിംസ് വരെ എത്തി മെയിൻസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ
പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.